ഫ്രണ്ട്സ്, പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ഗ്രാമമൊക്കെ സന്ദർശിച്ചിട്ട് അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ തൃശ്ശൂർ ജില്ലയിലെ അതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ്. പോകുന്ന വഴിക്കാണ് ഈ കുതിരാൻ തുരങ്കം. പാലക്കാടിനെയും തൃശ്ശൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തുരങ്കമാണ് കുതിരാൻ തുരങ്കം. ഇത് നാഷണൽ ഹൈവേ 544 സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി 200 കോടിയോളം രൂപ ചെലവിട്ടുണ്ടാക്കിയതാണ് കുതിരാൻ തുരങ്കം. 3000 അടിക്ക് മേലെയാണ് ഇതിൻ്റെ നീളം വരുന്നത്. 2 വരിയിലും കൂടി 6 വരി പാതയാണ് പോകുന്നത് നാഷണൽ ഹൈവേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അവിടെ ഞങ്ങൾ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരെ റിസോർട്ടിലേക്കാണ് പോയത്. എന്നിട്ട് അവിടെ നിന്ന് ഫ്രഷ് അപ്പ് ആയിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി. റിസോർട്ടിൻ്റെ തൊട്ട് മുന്നിലൂടെയാണ് ഈ ചാലക്കുടി പുഴ ഒഴുകുന്നത് കേട്ടോ. ഇതാണ് വ്യൂ. എന്ത് രസമാണെന്ന് നോക്കിയേ, അടിപൊളി. കുറേ സിനിമകൾക്കൊക്കെ ലൊക്കേഷൻ ആയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ ഒരു ലൊക്കേഷൻ. അതായത് വാട്ടർഫാൾസ് ഇല്ലെങ്കിലും ഇത്രയും പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ പോലും വളരെ മനോഹരം. ഇതിന് സമീപം 5 സ്റ്റാർ റിസോർട്ടുകൾ ഉൾപ്പെടെ കുറേ റിസോർട്ടുകളുണ്ട്. അതിന് ഞങ്ങൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ടാണ് എടുത്തത്. പിന്നെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ വാട്ടർഫാളിൻ്റെ അങ്ങോട്ടേക്ക് നടന്നു. ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്കാണ് കേട്ടോ പോകേണ്ടത്. ഒരു 120 മീറ്ററോളം താഴേക്ക് നടക്കുമ്പോഴാണ് ഈ വാട്ടർഫാൾസിൻ്റെ വ്യൂ ഇങ്ങനെ കിട്ടുന്നത്. മൺസൂൺ ആയതുകൊണ്ട് നമുക്ക് അടുത്തേക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല. അവരൊരു കയറൊക്കെ കെട്ടി കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ലത് തന്നെയാണ്. ഏകദേശം 82 അടിയാണ് വാട്ടർഫാൾസിൻ്റെ ഉയരം വരുന്നത്. 145 കിലോമീറ്ററോളം നീളമുള്ള ചാലക്കുടി പുഴ ആനമലകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അത് ഇതുവഴി അതിരപ്പള്ളി വഴി അറബിക്കടലിലേക്കാണ് പതിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ വ്ളോഗേഴ്സ് അതിരപ്പള്ളി വാട്ടർഫാളിനെ വിളിക്കുന്നത് ബാഹുബലി വാട്ടർഫാൾ എന്നാണ് കേട്ടോ. അത്രയ്ക്കും ഫേമസ് ആണ് ആ ഒരു വാട്ടർഫാൾ ബാഹുബലിയിൽ ചിത്രീകരിച്ചതുകൊണ്ട്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് വല്ലാത്തൊരു ആകർഷണം. മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. അതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് കുറച്ച് മുകളിലായിട്ടാണ് വാഴച്ചൽ വെള്ളച്ചാട്ടം വരുന്നത്. 5 മണി വരെയാണ് പെർമിഷൻ താഴേക്ക് പോകാനുള്ള. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ മുകളിലേക്ക് നടന്നു തുടങ്ങി. അവിടെ റെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള സ്പേസ് ഒക്കെ ഉണ്ട്. അങ്ങനെ മുകളിൽ ഭാഗത്തെത്തി. അവിടെ നമുക്ക് റെസ്റ്റ് റൂംസും അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് കേട്ടോ. സൺസെറ്റ് സമയത്ത് ഈവനിങ് ഇങ്ങനെ കാണാൻ ഒരു രക്ഷയില്ല. വളരെ മനോഹരം. എന്തൊരു വ്യൂ ആണെന്ന് നോക്കി. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സ്വാഭാവികതയെ നഷ്ടപ്പെടുത്തിക്കൊണ്ടൊരു ഡാം പണിയണമെന്നൊക്കെ ഒരു കോൺട്രവേഴ്സി ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെയെല്ലാം നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് കുറേ സെക്യൂരിറ്റി ചേട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ. അവരൊക്കെ പറയുന്നതനുസരിച്ചാൽ കുഴപ്പമില്ല. ഇത് അവിടെ കണ്ടൊരു കുടിലിടമാണ്. നല്ല രസമുണ്ടല്ലേ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ഫോട്ടോസൊക്കെ വെക്കാൻ പറ്റിയൊരു സ്ഥലമാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം. കുഞ്ഞുങ്ങളായിട്ടൊക്കെ വരുന്ന പാരൻസൊക്കെ ശ്രദ്ധിക്കുക. കാരണം അപകടം ചാൻസ് ഉണ്ട് വളരെയധികം. 6 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ സമ്മതിക്കത്തില്ല കേട്ടോ. പിന്നെ അതിനുശേഷം നിങ്ങൾ പിന്നെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് അതിന് പുറത്തുള്ളൊരു ഗേറ്റിൻ്റെ ഭാഗം. കുറേ സൂവറിൻ ഷോപ്പുകൾ, ഗിഫ്റ്റ് ഷോപ്പുകളൊക്കെ ഉണ്ട്. ജ്യൂസ്, വെള്ളം ഒക്കെ കുടിക്കാൻ പറ്റുന്ന ഫെസിലിറ്റിയൊക്കെയാണ്. അത്യാവശ്യം ഷോപ്പിംഗ് ചെയ്യാനുള്ള ഫെസിലിറ്റിയൊക്കെ അവിടെ ഉണ്ട്. പിന്നെ പോലീസ് കൺട്രോൾ റൂമും അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. അവിടുന്ന് പിന്നെ ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു ചായ. പിന്നെ ഞങ്ങൾ റിസോർട്ടിലേക്ക് തിരികെ വന്നു. ഇത് റിസോർട്ടിന് തൊട്ടടുത്തുകൂടി ഒഴുകുന്ന ചാലക്കുടി പുഴയാണ്. അവിടെയൊക്കെ കുളിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. പക്ഷേ കുളിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. കാരണം നല്ല ഒഴുക്കൊക്കെ ഉള്ളതാണ്. ആഴമില്ലെങ്കിലും നല്ല സ്പീഡുണ്ട് പുഴ. നാളെ അതിരപ്പള്ളിയിൽ നിന്നും മലക്കപ്പാറ വഴി വാൽപ്പാറയിലേക്കാണ് പോകുന്നത്. അങ്ങനെ തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. സോ അത് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.